ഞാനിപ്പോ ഈ തിന്നുന്ന ഐറ്റത്തിന്റെ പേരാണ് പിസ്ത ക്രീം പുഡിങ്. ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് ഞമ്മക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ചൈന ഗ്രാസ്. ഇത് വീട്ടിലില്ലാത്ത ഒരു കോൺഫ്ലവർ പൊടി ഉപയോഗിച്ചാലും മതി. ഈ ചൈന ഗ്രാസ് ആദ്യം ഉരുക്കി എടുക്കണം, എന്നാലും നമ്മളെ പരിപാടികളൊക്കെ പെട്ടെന്ന് നടക്കുള്ളൂ. ചൈന ഗ്രാസ് എങ്ങനെ ഉരുക്കല് വെച്ചാൽ കുറച്ച് വെള്ളം എടുക്കുക, എനിക്ക് ചൈന ഗ്രാസ് ഇട്ടതിന് ശേഷം ഫ്ലെയിം കൂട്ടിയിട്ട് കണ്ട് നല്ലണ്ട് ഉരുക്കി എടുത്താൽ മതി. ചൈന ഗ്രാസ് ഉരുക്കി വരുമ്പോ തന്നെ നമ്മൾ ഒരു പാക്കറ്റ് പാല് തിളപ്പിക്കാൻ വെക്കണം. നമ്മളെ ചൈന ഗ്രാസ് ഇവിടെ ഏകദേശം ഉരുക്കിക്കൊണ്ടിരിക്കണ്ടേ, നല്ല ഉരുകണട്ട, എന്നാലേ നമ്മളെ പുഡിങ് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ചൈന ഗ്രാസ് അപ്പുറത്തോടെ ഉരുക്കിക്കൊണ്ടിരിക്കണ്ടേ, അപ്പോ തന്നെ നമ്മളെ പാല് ഇവിടെ തളച്ചു പൊന്തിക്കണേ. ഇനി തളച്ചു വന്ന പാലിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പിസ്ത പുഡിങ് ആക്കണമെങ്കിൽ ഇതിക്ക് പിസ്തന്റെ എസൻസ് ഇട്ടിച്ചു കൊടുത്താൽ മതിട്ടാ. ഈ എസൻസിനാകെ 20 റുപ്യേ ഉള്ളൂ. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മൾ ഉരുക്കി വെച്ച ചൈന ഗ്രാസ് നമ്മൾ നല്ല ഇളക്കിയതിന് ശേഷം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചൈന ഗ്രാസ് ഉരുക്കി നല്ല ചൂടോടെ ഒഴിക്കണതാട്ടോ ഏറ്റവും നല്ലത്. ഞാൻ തന്നെ കുറച്ചു നേരം വെച്ചിട്ട് കുറച്ച് കട്ടായി പോയിക്കണേ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാനേ. ഇനി അത് ക്രീം പുഡിങ് ആക്കാൻ അയക്കുള്ള ക്രീം അത് റെഡിയാക്കി എടുക്കുക. ഇതാണ് ഫ്രഷ് ക്രീം. ഏതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഞാൻ 2 ഫ്രഷ് ക്രീം എടുത്തുക്കണേ. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ ഇല്ലാത്തൊരു വിസ്ക് വെച്ച് ഇളക്കിയാലോ അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഇളക്കിയാലോ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് മേഡിന്റെ ആവശ്യമുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമിലേക്ക് ആ മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കാം. ഞാൻ ആ ബോട്ടിൽ മൊത്തം ഇട്ട് കൊടുത്തുക്കണേ. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച പുഡിങ് എടുത്തോണ്ടിരാ. അത് അപ്പോത്തിന് സെറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് അത് അറഞ്ചും പൊറഞ്ചും കട്ട് ചെയ്ത് കണ്ട് നല്ല ക്യൂബുകളാക്കി കണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പുഡിങ് നേരെ ഫ്രഷ് ക്രീമിലേക്ക് ഒറ്റ തട്ട്. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മളെ പിസ്ത ക്രീം പുഡിങ്ങിന്റെ റെസിപ്പി. ഇത്ര പരിപാടിയുള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും.